പ്രിയമുള്ളവരെ, നവകേരള സദസ്സിൻ്റെ യാത്രയ്ക്കിടയിൽ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചതിന് KSEക്കാരായ 2 കുട്ടികളെ അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാർ ബസ്സിൽ നിന്നിറങ്ങി വന്ന് അടിച്ച് തല പൊട്ടിച്ചത് നമ്മൾ കേരളീയർ മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ ആ കേസ് തള്ളിക്കളഞ്ഞ് ആ കേസ് കോടതിയിലെത്തിക്കാതിരുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ് VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ ആ കേസ് പുനരന്വേഷണം നടത്തി കേസ് കോടതിയിലെത്തിച്ചപ്പോൾ ആ കോടതിയിലെ ജഡ്ജി വിചിത്രമായൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. തല ലക്ഷ്യം വെച്ചാണ് അടിച്ചതെന്ന്, ഗൺമാന്മാർ അടിച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അവർ കുനിഞ്ഞതുകൊണ്ടല്ലേ തലയ്ക്ക് അടിയേറ്റതെന്ന മറ്റൊരു ചോദ്യവും. അത്ര വിചിത്രമായ ചോദ്യമാണ് ജഡ്ജി ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ ജഡ്ജിയുടെ മുന്നിൽ കൊലക്കേസ് വിചാരണയ്ക്ക് ചെന്നാൽ അദ്ദേഹം അവിടെ ചെന്ന് നിന്നതെന്തിനാണ്, അതുകൊണ്ടല്ലേ കുത്തുകൊണ്ടതെന്ന് ചോദിച്ചാൽ പ്രോസിക്യൂഷൻ എന്ത് ഉത്തരം പറയാൻ കഴിയും? ഈ ജഡ്ജി ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ കേരളത്തിലെ ഏറ്റവും സാമൂഹ്യ വിരുദ്ധവും മനുഷ്യവിരുദ്ധവും ജനകീയ വിരുദ്ധവും നിയമവിരുദ്ധവുമായി വിധി പ്രഖ്യാപിച്ച് പ്രശസ്തി ആർജിച്ച ഹണി എം വർഗീസ് എന്ന ജഡ്ജി ഏത് കേസാണെന്ന് ഓർമ്മിപ്പിച്ചു തരാം. നടിയെ ആക്രമിച്ച കേസ്. ആ നടിയെ ആക്രമിച്ച കേസിൻ്റെ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് നിർണായകമായ ഒരു തെളിവായിരുന്നു. ആ തെളിവ് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതായത് നടിയെ ആക്രമിച്ച സമയത്ത് അവർ ദിലീപിനെ കാണിക്കുന്നതിന് വേണ്ടി പൾസർ സുനിയും കൂട്ടരും എടുത്ത ആ ബലാത്സംഗ ചിത്രങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചിരുന്നത്. ആ മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അതിന് സുപ്രീം കോടതി 2019 നവംബർ 29 ഒരു ഉത്തരവിട്ടിരുന്നു. സുരക്ഷിതമായി ആ മെമ്മറി കാർഡ് സൂക്ഷിക്കണം, അത് പൊതുബോധ്യത്തിൽ കൈമാറുകയോ സംരക്ഷിക്കുന്നതിൽ നിന്ന് വീഴ്ച വരുത്തുകയോ ചെയ്യരുതെന്ന് സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ടും 2021 ജൂലൈ 19 ശിരസ്താർ താജുദ്ദീന് ഈ ഹണി എം വർഗീസ് ആ മെമ്മറി കാർഡ് കൈമാറി. അദ്ദേഹം അത് 12:19 മുതൽ 12:35 വരെയുള്ള സമയം, 12:45 വരെയുള്ള സമയം ആ മെമ്മറി കാർഡിലുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് പകർത്തിയെടുത്തു. പിന്നീട് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിൽ ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ആ മെമ്മറി കാർഡ് ഇല്ലാതെയാണ്, ആ തെളിവുകൾ പരിഗണിക്കാതെയാണ് വിധി പറഞ്ഞ് ദിലീപിനെ രക്ഷപ്പെടുത്തിയെടുത്ത ജഡ്ജിയാണ് ഈ ഹണി എം വർഗീസ്. സത്യം പറഞ്ഞാൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് നഷ്ടപ്പെടുത്തിയിട്ട് ആ തെളിവില്ലാതെ ഒരു പ്രതിയെ, 1-ാം പ്രതിയെ രക്ഷപ്പെടുത്തിയെടുത്ത ഈ ഹണി എം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജിക്ക് സത്യത്തിൽ ഒരു ജഡ്ജിയായി തുടരാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്ന് നിയമപീഠം ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യൻ നിയമത്തിൻ്റെ പരിധികൾ ഉപയോഗിക്കുന്നതിന് പരിധികളില്ലാത്ത വിധം ഉപയോഗിച്ച വ്യക്തിയാണ് ഹണി എം വർഗീസ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അത് മാത്രമല്ല, രാഷ്ട്രീയമായും സ്വാധീനമുള്ളതിൻ്റെ ഫലമായിട്ടാണ് ഹൈക്കോടതിയിൽ അവരെ ജഡ്ജിയാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി കൊളീജിയത്തിന് ഹൈക്കോടതി കൊളീജിയം കത്തയച്ചിരിക്കുന്നത്. അവരുൾപ്പെടെ 5 പേരെ ജഡ്ജിയാക്കാനാണ്. അതിനെതിരെ നമ്മുടെ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ള വിധി ന്യായങ്ങളുടെ പകർപ്പ് സഹിതം ഇവർ ഒരു ജഡ്ജിയായിരിക്കാൻ യോഗ്യതയല്ലെന്ന് തെളിയിക്കാനുള്ള എല്ലാവിധ സോഴ്സും ഉണ്ടായിട്ടും ഇനിയും ഇവരെ ഈ കേരളത്തിൽ ഒരു ജഡ്ജിയായി തുടർന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ തകർക്കപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി VD സതീശനും ഉണ്ടാവണം. കാരണം ഈ ഹണി എം വർഗീസിൻ്റെ കുടുംബ പശ്ചാത്തലം മാത്രമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലൂടെ 30,000-ഓളം നിക്ഷേപകരെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച ആ നരാധമൻ്റെ അഴിമതിക്കാരൻ്റെ ഓമന പുത്രിയാണ് ഈ ഹണി എം വർഗീസ്. എലിക്കുഞ്ഞും നെല്ല് തൊലിക്കുമെന്ന് പറഞ്ഞതുപോലെ സ്വജനപക്ഷപാതവും അഴിമതിയും പാരമ്പര്യമായി പരിശീലിച്ച് പഠിക്കുന്ന കാലത്തെ SFIയിലും DYFIയിലും പ്രവർത്തിച്ചു വന്ന ഈ മഹിളാരത്നം ഇനിയും
ഇന്ത്യൻ ജുഡീഷ്യറിയിൽ തുടരുന്നത് ഈ കേരളത്തിൻ്റെ നിയമവാഴ്ചയെ അട്ടിമറിക്കുമെന്നും ആ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുമെന്നും ഉള്ള നഗ്ന സത്യം സുപ്രീം കോടതിയിലെ കൊളീജിയത്തെ ബോധ്യപ്പെടുത്തി ഇവരുടെ ഹൈക്കോടതി നിയമനം തടയുക മാത്രമല്ല, ഇവരെ സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.